എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർച്ച് മാസത്തിൽ ചേന നടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ചേന നമ്മൾ ചാക്കിലാണ് അന്ന് നട്ടിരുന്നത്. അപ്പൊ വളരെ കുറച്ച് മണ്ണ്, ഒരു ബേസൺ മണ്ണാണ് നമ്മൾ ചേന നടുന്ന സമയത്ത് ഇട്ടിരുന്നത്. അതിന് ഉള്ളിൽ ഇട്ടിരുന്നത് എല്ലാം കരിയിലയായിരുന്നു. അപ്പൊ കരിയിലയുടെ മുകളിലോട്ടാണ് നമ്മൾ ചേന വെച്ചു കൊടുത്തത്. അതിനുശേഷം കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ട് ഒറ്റയ്ക്ക് ഒരു ബേസൺ മണ്ണ് മാത്രമേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതേപോലെ താണുപോയി. ആ കരിയിലെല്ലാം താണുപോയിട്ട് ചേന മുളച്ച് ഇതേപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മഴ സമയം ആയതുകൊണ്ട് തന്നെ നമ്മളിത് നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത്, പോട്ടി മിക്സ് ഒക്കെ ഇട്ട് കൊടുത്ത്, വീണ്ടും കരിയിലയോ ചവറോ ഒക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. എല്ലാം കൂടി ഒരേ അളവിലെടുത്തിട്ട്, വേപ്പിൻ പിണ്ണാക്ക് വളരെ കുറച്ച്, ബാക്കിയെല്ലാം ഒരേ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പം ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇതിനെ രണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഇത് നമ്മൾ ചിന്തേർ പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നല്ല ഇളക്കമുള്ള പോട്ടി മിക്സ് ആവുകയും ചെയ്യും. ചേന വളരാനുള്ള നല്ല വായുസഞ്ചാരം ഉണ്ടാവുകയും ചെയ്യും. നല്ല രീതിയിൽ വേര് പിടിക്കാനും പറ്റും. പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും. ഇതുപോലെ ഇളക്കമുള്ള പോട്ടി മിക്സ് ഇട്ട് കൊടുത്താൽ. അപ്പം ഇതിന് ശേഷം നമ്മളിത് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒതുക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചില വളങ്ങൾ ഇട്ട് കൊടുക്കാം. അതേപോലെ കരിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. വാഴത്തടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒരു കമ്പ് കുത്തി കൊടുക്കോ, ചാക്കിൻ്റെ അകത്തോ പുറത്തോ കുത്തി കൊടുത്തതിന് ശേഷം ഒന്ന് കെട്ടിയും കൂടിയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴ സമയത്ത് ഇത് മറഞ്ഞു പോവാതിരിക്കും. ഈ കാറ്റും മഴയൊക്കെ വരുന്ന സമയമല്ലേ. അപ്പം ഇതേപോലെ എല്ലാ ചാക്കിലും നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുത്തതിന് ശേഷം, ഇതുപോലെ ഒത്തിരി പൊങ്ങി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കമ്പോ എന്തെങ്കിലും കുത്തി കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കെട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ ചേന ഇത്രയും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്